സോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ പാട്ടാകാൻ പറ്റിയത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും അറിയാം ഞാനൊരു ബിഗിനറാണ് ഇങ്ങനത്തെ സംഭവത്തിൽ. സോ ആഫ്റ്റർ ബിഗ് ബോസിൻ്റെ സെക്കൻഡ് ആൽബമാണ് ഫസ്റ്റ് യെറ്റ് ടു റിലീസ്, അതും ഡിസംബറിൽ കാണും. സോ സെക്കൻഡ് ഓൾസോ ഇങ്ങനൊരു ബിഗ് ബാനർ അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂ, എസ്പെഷ്യലി ശരണ്യയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയത്, ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമാകാൻ പറ്റിയത്, ലൈക്ക് ബ്ലെസ്ഡ്. ഓഫ് കോഴ്സ് ശ്രീതു, അതും മെയിൻ ഒരു പാർട്ടാണ് ഇതിൻ്റെ. സോ യാ, അതൊക്കെ തന്നെ. എല്ലാവരും വന്നതിന് വളരെ വളരെ നന്ദി. ആൻഡ് അതേപോലെ ശരണ്യ ചേച്ചിയുടെ ആദ്യത്തെ ഈ ഒരു പ്രൊഡക്ഷനിൽ ആദ്യത്തെ ഈ മ്യൂസിക്കൽ ആൽബമിൽ വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി. ആൻഡ് എനിക്കും ரொம்ப ഹാപ്പിയാണ് നമ്മളെ ചൂസ് ചെയ്തതിന്. ആൻഡ് യെസ്, ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ അർജുൻ ശ്രീതു നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണെന്നുള്ളത്. കാരണം പാട്ടെല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത്, നമ്മൾ കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പം ആദ്യം വന്നത് മനുഷ്യേട്ടന് ശ്രീതു കൊള്ളാം, എനിക്ക് വന്നത് അർജുൻ കൊള്ളാം, വിനുവിന് വന്നത് അർജുൻ ശ്രീതു പക്കാ പൊളി, മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ്. അപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഫുൾ എൻറ്റയർ ടീം, ഇപ്പോൾ ജീമോൻ ചേട്ടനായാലും റാഫിൽ ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവർ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നുമില്ല. അപ്പോൾ താങ്ക് യു എല്ലാവർക്കുമാണ്. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിൻ്റെ വിഷൻ അല്ലെങ്കിൽ എന്താണ് മുരളിയുടെ മ്യൂസിക് ഡയറക്ടറിൻ്റെയും അവർ തമ്മിൽ അവിടെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും രണ്ടുപേരുടെയും വിഷൻ ഈ ഒരു പ്രോജക്റ്റിന് ലൈഫ് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പം വിനുവിൻ്റെ ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വിനുവിൻ്റെ ഒരു ഫ്രെയിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അത് ചെയ്തിരിക്കുന്നത്. മുരളീൻ്റെ ആണെങ്കിൽ ആ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഓരോ സോങ്സിൻ്റെ ആ ബ്യൂട്ടിഫുള്ളി അത് പറയാം, അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഭയങ്കര ഐ എം വെരി ഇംപ്രസ്ഡ്, ഐ ജസ്റ്റ് ലവ് ദിസ് മാൻ. അപ്പം എന്തായാലും മുരളിയും വിനുവും താങ്ക്സ് ഫോർ കമ്മിങ്. ഇത് ആക്ച്വലി ഇവര് സ്കൈ കോർണറിന്റെ പ്രൊജക്റ്റ് എന്നോട് സംസാരിക്കുന്ന മുമ്പ് തന്നെ മനീഷേട്ടൻ എന്നോട് സംസാരിച്ചത് നമുക്കൊരു സിനിമ എടുത്താലോ എന്നാണ്. അപ്പോൾ പറഞ്ഞു വിനു ഒരു 10 കോടിക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല ഇവർക്ക്, കാരണം ഇവരെ ഒരു ബിഗിനേഴ്സ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് ശരണ്യ ഒരു 2 years ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് സിനിമ ഒരെണ്ണം ചെയ്യണം. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്, കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനീഷനോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രൊഡക്ഷൻ എന്താ സംഭവം ഒന്നും പരിചയമൊക്കെ പഠിക്കുക, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെറിയൊരു പരിപാടി ചെയ്യാം, ഇങ്ങനെ നമുക്കൊരു സോങ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്കൈ കോഡ് എന്നുള്ള സംഭവം. അത് പുള്ളി ബ്രോക്കോഡിൽ നിന്ന് കടമെടുത്താണ്. പിന്നീടാണ് മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊരാളെ വേണം. അപ്പോഴേക്കും മനീഷാണ് ചിന്തിച്ചത് ബോളിവുഡാണ്, നമുക്ക് ബാദ്ഷനെ കൊണ്ടുവരാം, യോയോ ഹണി സിംഗിനെ കൊണ്ടുവരാം. അപ്പോൾ ആ ലെവലൊക്കെയാണ് പുള്ളി ചിന്തി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നമുക്കൊരു മലയാളം സോങ് എടുക്കാം. പിന്നെയും പറഞ്ഞു നമുക്ക് തമിഴ് സോങ് എടുക്കാം. അപ്പോൾ വേണ്ട, മലയാളം സോങ് എടുക്കാം. അങ്ങനെ അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുരളീനെ അറിയാം. മുരളീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഹേഷും മാരുതിയുടെ ഓഡിയോ ലോഞ്ചിനാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിലൊരു മനസ്സിൻ പാതയിൽ എന്നൊരു പാട്ടുണ്ട്, ആസിഫും മമതയും കൂടെ അഭിനയിച്ചത്. അപ്പോൾ ആ പാട്ട് പാടിയത് മുരളിയാണ്. സോ അവിടെ മുരളി ആ സ്റ്റേജിൽ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തു. അപ്പോൾ ഞാനതൊന്ന് നോട്ട് ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ ഐ മീൻ ടച്ച് വിത്ത് മുരളി. ഞാൻ ആലപ്പി റിപ്പിൾസിന്റെ മാർക്കറ്റിംഗ് ഹെഡ് കൂടിയാണ്. അപ്പോൾ ആലപ്പി റിപ്പിൾസിന്റെ തീം സോങ് ഞാൻ മുരളീനെ കൊണ്ട് ചെയ്യിച്ചത്. ആൻഡ് ഇറ്റ് ബിക്കം ഹ്യൂജ് സക്സസ്. എനിക്കാണ് KCയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് ആയിട്ട് അത് മാറി. അങ്ങനെ ദെൻ ഐ ഇൻട്രൊഡ്യൂസ് മുരളി ടു മനീഷേട്ടൻ. അപ്പോൾ മനീഷേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളി ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഹി വാസ് ഇംപ്രസീവ് ആൻഡ് ഹി കെയിം വിത്ത് ദാറ്റ് സോങ് വിതിൻ 1 week ഐ തിങ്ക്.